പ്രവർത്തനമൊഴിയാതെ കോഴിക്കോട് ബീച്ച് ആശുപത്രി കാത്ലാബിൽ സ്റ്റെന്റ് വിതരണം നിലച്ചതോടെ കഴിഞ്ഞ ഒരു മാസമായി ആശുപത്രിയിൽ ഹൃദ്രോഗ ശസ്ത്രക്രിയകൾ മുടങ്ങിക്കിടക്കുകയാണ്. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്ത വകയിൽ കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപ കുടിശ്ശിക വന്നതോടെ വിതരണം നിർത്തിവെച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. സ്റ്റെന്റ് വിതരണം നിലച്ചതോടെ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും മുടങ്ങിയിട്ട് ഒരു മാസമായിരിക്കുകയാണ്. 50ലധികം രോഗികളാണ് ആൻജിയോഗ്രാം പരിശോധനയ്ക്കായി തീയതി കാത്തു നിൽക്കുന്നത്. ആൻജിയോഗ്രാം കഴിഞ്ഞവരിൽ ആൻജിയോപ്ലാസ്റ്റിക്കായി കാത്തു നിൽക്കുന്ന രോഗികളും നിരവധിയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ ഒരാൾക്ക് വീതം ആൻജിയോഗ്രാം ചെയ്തിരുന്നുവെങ്കിലും അതും മുടങ്ങിയിട്ട് 2 ആഴ്ചയായി. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്ത വകയിൽ 4 കോടിയോളം രൂപ വിതരണക്കാർക്ക് കുടിശ്ശികയായതോടെയാണ് കമ്പനികൾ വിതരണം നിർത്തിവെച്ചത്. പാവപ്പെട്ടവരുടെ ആശ്രയ കേന്ദ്രമാണ് ഈ ബീച്ച് ഹോസ്പിറ്റൽ. ഇന്ന് പാവപ്പെട്ടവർക്ക് ദുരിതം വിതയ്ക്കുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് ഈ ഹോസ്പിറ്റലിനെ മാറ്റിയത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥയാണ്. നമുക്കറിയാം, കാർഡിയോളജി സംവിധാനം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഹൃദയത്തിൽ എന്തെങ്കിലും തകരാറും സംവിധാനം സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ കാണിക്കേണ്ട യൂണിറ്റ് 24 മണിക്കൂറും പ്രവർത്തിക്കണമെന്നല്ല, വരുന്ന എല്ലാ രോഗികളെയും നോക്കണമെന്നാണ്. പക്ഷേ ഇവിടെ കാർഡിയോളജി യൂണിറ്റ് ആകെ നോക്കുന്നത് 50 പേരെ മാത്രമാണ്. അത് തന്നെ ഒന്നരാടം മാത്രമേ ചികിത്സയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാർഡിയോളജി യൂണിറ്റ് ഇവിടെ വേണോ എന്ന് സർക്കാർ ചിന്തിക്കണം. ഒരു മാസം 40 മുതൽ 50 വരെ ആൻജിയോഗ്രാം നേരത്തെ ആശുപത്രിയിൽ ചെയ്തിരുന്നു. തീരദേശ മേഖലയിലുള്ളവരുടെ പ്രധാനപ്പെട്ട ആശ്രയ കേന്ദ്രമായ ആശുപത്രിയിലെ പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ജനം, കോഴിക്കോട്.